ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ പ്രണയിച്ച പെൺകുട്ടി മീൻസ് പ്രണയിച്ച് ഇപ്പോൾ ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, അത് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് മുഴുവനായിട്ട് കാണുക. അതും നിങ്ങൾ ഇത്തരത്തിലൊരു ബ്രേക്കപ്പ് ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ആ ഒരാൾ തന്നെ റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ ഇനി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുക? ആ ഒരു പെൺകുട്ടി നമ്മുടെ ലൈഫിലേക്ക്, അതായത് നമ്മൾ പ്രണയിച്ചിരുന്ന ആ ഒരു കുട്ടി തന്നെ, ആ ഒരാൾ തന്നെ നമ്മളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളത് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് ചിലപ്പോൾ 2, 3, 4 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും നോക്കുന്ന സമയത്ത് ആള് സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അതായത് വേറെ റിലേഷൻഷിപ്പിലേക്കൊന്നും ആൾ പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നൊരു ചാൻസ് ആണ്, അതായത് ഇങ്ങോട്ട് വരാം എന്നുള്ള ചാൻസ്. അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതിന് ശേഷം അവർക്ക് റിലേഷൻഷിപ്പ് വേണ്ട, ആകപ്പാടം അടുത്ത് റിലേഷൻഷിപ്പ് മുഴുവനായിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 3-4 മാസത്തിനുള്ളിൽ വേറെ റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഇപ്പോഴും മുഴുവനായിട്ട് അവർക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരുമുള്ള ആ ഒരു റിലേഷൻഷിപ്പിലെ കുറേ ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ ചിന്തകൾ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടും നിങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടും ആയിരിക്കാം വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുന്നുണ്ടാവുക. സോ ഇത് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതല്ല രണ്ടുപേർക്കും അറിയുന്ന കുറേ ആളുകൾക്ക് ഉണ്ടായിരിക്കാം. സോ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊന്നും അറിയുന്നില്ല, അവർക്ക് ഇപ്പോഴും റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഉറപ്പുവരുത്താനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ പോയിന്റ്, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ കോൺടാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളെ ഇഷ്ടമാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അവർ നിങ്ങളെ വിളിക്കുമെന്നല്ല പറയണത്. ചിലപ്പോൾ അവരെന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കാം വിളിക്കുന്നുണ്ടാവുക. അതായത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അങ്ങനെ രണ്ടുപേർക്കും അറിയുന്നൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ, അവരെയൊക്കെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളെ മീൻസ് നിങ്ങൾ അറിയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തി അറിയിക്കുന്നതായിരിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെയും വിളിച്ചുവിടാന്നില്ല, നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവർ ചിലപ്പോൾ ഒരു ഹെൽപ്പ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരുമോ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ ഒരിക്കലും നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ളത് ആ ഒരു പെൺകുട്ടി പറയില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നില്ലെങ്കിലും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പോഴും അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളോട് ഒരുപാട് വെറുപ്പുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ വിളിക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ട് തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളോട് യാതൊരു വെറുപ്പും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. സോ ഈ ഒരു രീതിയിൽ ഒരു പെരുമാറ്റവും കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സാധ്യതയായിട്ട് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ പെൺകുട്ടി അറിയുകയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു ജലസോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ അവരുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് ഒരു 3-4 മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവാം എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. അതായത് ചിലപ്പോൾ ആരെങ്കിലും കാണുമ്പോൾ ചെറിയൊരു ഇഷ്ടം തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് മീൻസ് അവരുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയാലോ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ചിന്തകൾ പോവാം. അങ്ങനെ പോയത് അവരറിയുകയാണെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേർക്കുമുള്ള ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ വഴി അറിയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആവാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് അവരെ വിളിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇൻ കേസ് അങ്ങനെ ഒരു ചാൻസ് ആണ് ഞാൻ പറയുന്നത്, അങ്ങനെ വിളിച്ച് പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മീൻസ് ഒരു ജലസ് ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും, അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ഒരു പെരുമാറ്റവും അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയതുപോലെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ, യാതൊരു സമാധാനവും ഇല്ലാത്തതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജലസി ആയിട്ടുള്ളൊരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലൊക്കെ അതും നിങ്ങൾക്കുള്ളൊരു നല്ലൊരു സൈൻ ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അറിയിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വഴികളുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയാസ് ആണ്. അതായത് സ്റ്റാറ്റസ്, സ്റ്റോറി, ഇങ്ങനെയൊക്കെ അവർ നിങ്ങളെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള പിക്കുകൾ ഇടുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥമുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ചിരുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ കുറേ ഉണ്ടായിരിക്കും. അതുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ലൈൻസ് ഒക്കെ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ അതിനെ ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ ആയിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെയൊക്കെ അവർ വെക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്ന സമയത്ത് അതും നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് സൈൻ ആണ്. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുമില്ല. മറ്റാരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൽ പശ്ചാത്താപം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചാലോ മതി. സോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ, അതായത് ഇൻഡയറക്റ്റ് ആയ രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു രീതിയിലൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 3-4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രീതിയിലൊക്കെ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് പെരുമാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ. സോ അതെല്ലാം വെറുതെ അങ്ങോട്ട് കളയാതിരിക്കുക. അതായത് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് കളയാതിരിക്കുക. ഇനി അവരെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിനെ ഇപ്പോൾ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്